പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ റഫായമാലാഖയുടെ മധ്യസ്ഥതയാലുള്ള പ്രാർത്ഥന. വിശുദ്ധ തോബിത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത്. ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം പിതാവായ ദൈവം വിശുദ്ധ റഫായമാലാഖയെ തോബിത്തിൻ്റെയും റഘുവേലിൻ്റെയും കുടുംബത്തിലേക്ക് അയക്കുന്നു. അവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരെ ആ തോബിത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട തോബിത്തിന് കാഴ്ചശക്തി നൽകുന്നു. അപ്പം സാമ്പത്തികമായ ഉന്നതിയിലേക്കുള്ള വഴികൾ തുറക്കുന്നു. കൊച്ചു തോബിയാസിനെ സാറായെ വധുവായി നൽകുന്നു. പൈശാചിക പീഡയാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച സാറായി അതിൽ നിന്ന് അസ്മോദൂസ് എന്ന ഈവിൾ സ്പിരിറ്റിൽ നിന്ന് മോചനം നൽകുന്നു. അവർ ഈ സാറായും തോബിയാസും വിവാഹിതരായി ധാരാളം കുട്ടികൾക്ക് ജന്മം നൽകുകയും ഒരുപാട് വർഷം ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു ബൈബിൾ സന്ദേശം ദൈവം നമുക്ക് നൽകുകയാണ്. ഈ ബൈബിൾ സന്ദേശം നമുക്ക് കൂടിയുള്ളതാണ്, നമുക്ക് കൂടി പ്രൊമിസ് ചെയ്യപ്പെട്ടതാണ്. അതിനാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ ഓർക്കുക. കനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും ആ വെള്ളത്തെ വീഞ്ഞാക്കുകയും ചെയ്തു. വീഞ്ഞ് സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ സൈനാണ്, അടയാളമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗവും പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ നീട്ടിപ്പിടിക്കുക. അപ്പം കുരിശ് വരയ്ക്കുക. പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലെ കുരിശ് വരയ്ക്കുക. നമ്മുടെ 1ഉം 2ഉം പ്രാർത്ഥനാ നിയോഗങ്ങൾ റിസർവ്ഡ് പ്രാർത്ഥനയാണ്. കാരണം ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അത് മത്തായിയുടെ സുവിശേഷം 6:33 നമ്മൾ കാണും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആത്മാവിന് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി. ആദ്യം പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി നമ്മുടെ 3, 4, 5, 6 പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വധുവരന്മാർ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവായ ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 1ാമത്തെയും 2ാമത്തെയും ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാവിനെയും രക്ഷിക്കുവാനുള്ള അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അപ്പം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. 3, 4, 5, 6 പ്രാർത്ഥന എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യം, ജോലി, സൗഖ്യം, വിസ, അതുപോലെ പഠനം, അപ്പം പൈശാചിക പീഡകളിൽ നിന്നുള്ള മോചനം, സാമ്പത്തിക ഉന്നതി, ബിസിനസ്, കടബാധ്യതകൾ മാറുവാനുള്ള കൃപ, അങ്ങനെ വിവാഹം അന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള അഭിഷേകം, കുടുംബജീവിതത്തിലെ ശാന്തി സമാധാനം, തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം, അപ്പം മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ആസക്തികളിൽ നിന്നുള്ള മോചനം, ഗാംബ്ലിങ്സ്, പൈസ വെച്ചുള്ള ഓൺലൈൻ കളികൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവയിൽ നിന്നെല്ലാം യേശുനാമത്തിൽ മോചനം ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ റഫായമാലാഖയുടെ മധ്യസ്ഥവും ഇടപെടലുകളും ഈ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കുരിശ് വരയ്ക്കുക. നമ്മുടെ കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക. ശരീരഭാഗത്ത് എവിടെയെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ കുരിശ് വരയ്ക്കുക. അവിടെ കുരിശ് വരച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം ഇപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മേഖലയിൽ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ 5 സെൻസുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ മാറുവാൻ ചുണ്ടുകളിൽ കുരിശ് വരയ്ക്കുക, കണ്ണുകളിൽ കുരിശ് വരയ്ക്കുക, കാതുകളിൽ കുരിശ് വരയ്ക്കുക, പോലെ മൂക്കിൽ കുരിശ് വരയ്ക്കുക, ഒപ്പം സ്കിന്നിൽ കുരിശ് വരയ്ക്കുക. ഈശോയുടെ അഭിഷേകം ഉണ്ടാകട്ടെ. സമാപനാശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടുമൊത്ത്, പ്രത്യേകിച്ച് നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ബ്ലെസ്സിങ് പ്രയർ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുവാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഈ പ്രാർത്ഥന ഇംഗ്ലീഷിലും ലഭ്യമാണ്.
ഒപ്പം ഈ ചാനൽ ഒരു നോൺ പ്രോഫിറ്റബിൾ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരിക. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാട്സപ്പ് നമ്പർ 7385053202. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ നോൺ പ്രോഫിറ്റബിൾ ചാനലിലൂടെ പ്രാർത്ഥിക്കാം. അതുവരേക്കും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.